ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഞാനും എൻ്റെ ചേച്ചിയും പച്ചക്കറി വാങ്ങാമെന്നും പറഞ്ഞ് ഇറങ്ങി ഗൈസ് വീട്ടിൽ നിന്ന്. അപ്പോൾ എല്ലാ പ്രാവശ്യം എൻ്റെ പപ്പയാണ് പച്ചക്കറി വാങ്ങണത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വാങ്ങാമെന്നും പറഞ്ഞ് ഇറങ്ങി ഗൈസ്. അപ്പോൾ മാർക്കറ്റിലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ചന്ത എന്ന് പറയും, ശനിയാഴ്ച ചന്ത എന്ന്. ഓരോ നാട്ടിലും ഓരോ വാക്കുകളാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ചന്ത എന്നാട്ടോ ഗൈസ് പറയണത്. അപ്പോൾ ബസ് വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ മടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ചാച്ചനോട് ചോദിച്ചു എപ്പോഴാണ് ബസ്സെന്ന്. അപ്പോൾ ചാച്ച ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിരിക്കാനല്ല ബസ് വന്ന ഗൈസ്. അപ്പോൾ ബസ്സിൽ സുഖമായിട്ട് കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്, സമാധാനമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ടൗണിലെത്തി നേരെ പോയത് ത്രെഡ് ചെയ്യാനാണ് ഗൈസ്. അപ്പോൾ പച്ചക്കറി വാങ്ങിക്കഴിഞ്ഞാൽ വേറെ പണിയൊന്നും നടക്കില്ല, സമയമൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ ത്രെഡ് ചെയ്യാൻ പോയി. അപ്പോൾ ചേച്ചിക്ക് ത്രെഡ് ചെയ്യണമെന്നും പറഞ്ഞാണ് പോയത്. അപ്പോൾ ചേച്ചിയുടെ ത്രെഡ് ചെയ്യൽ കഴിഞ്ഞപ്പോൾ ഞാനും കയറിയിരുന്നു ഗൈസ്, എനിക്കും ചെയ്യണമെന്നും പറഞ്ഞു. അപ്പോൾ ഞാനും ത്രെഡ് ചെയ്ത് നല്ല വെയിലും ഉണ്ടായിരുന്നു, ചൂടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ പൊന്നിന് ഡ്രസ്സ് വാങ്ങാമെന്ന് പറഞ്ഞ് പോവാണ്. അങ്ങനെ പൊന്നിന് ഡ്രസ്സ് വാങ്ങി നേരെ പോയത് ചന്തയിലാണ് ഗൈസ്. അപ്പോൾ പച്ചക്കറി വാങ്ങാൻ പോയി. കുറച്ച് പച്ചക്കറി വാങ്ങി നേരെ ബസ്സിൽ കയറിയിരുന്നു ഗൈസ്. അപ്പോൾ ബസ്സിൽ കയറിയിരുന്നപ്പോൾ ത്രെഡ് ചെയ്തതൊക്കെ അപ്പോഴാണ് ഞാൻ ശരിക്കും നോക്കിയത് ഗൈസ്. അപ്പോൾ കുറച്ച് സ്റ്റൈലൊക്കെ ചെയ്തു. അപ്പോൾ നോക്കിയപ്പോൾ ബസ്സിൽ പോകാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ പോസ്റ്റ് അടിച്ച് പിന്നെയും ബസ്സിലിരുന്നു ഗൈസ്. അപ്പോൾ ഇങ്ങനെ ബസ്സിലിരുന്ന് പ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. നല്ല ചൂടും ഉണ്ടായി ഗൈസ്, പുറത്തേക്ക് ഇറങ്ങാനും ഇല്ല അകത്തിരിക്കാനും ഇല്ല. അപ്പോൾ നോക്കിയപ്പോൾ അമ്മായി 3 ഐസ്ക്രീമും കൊണ്ട് വന്നു ഗൈസ്. അപ്പോൾ ഈ ചൂടത്തെ ഐസ്ക്രീം തന്ന അമ്മായിക്ക് 1000 നന്ദി പറയുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ് എത്തി ഗൈസ്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് കുറച്ച് നടക്കണം. അപ്പോൾ എന്താ വാങ്ങണ്ടതെന്നൊന്നും അറിയില്ല, കുറേ സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് പൊക്കാനും പറ്റണ്ടായില്ല ഗൈസ്. അപ്പോൾ കൈയൊക്കെ നല്ല വേദനയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീടെത്തിയപ്പോൾ ഒരാൾ പഴുത്ത മാങ്ങ കഴിക്കണം ഗൈസ്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി ഒന്നുകൂടെ ത്രെഡ് ചെയ്തിട്ട് നോക്കി പഴുത്ത മാങ്ങയും കഴിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.